ഓക്കെ നമ്മള് ചുറ്റിലുണ്ട് വാ. ഓ ഞാൻ കേറിക്കോളാം. ഞങ്ങളിപ്പോ വരാവേ. ഞാൻ അണ്ണ അറിഞ്ഞോണ്ട മറ്റേ യൂണിവേഴ്സിറ്റി കയറി കേട്ടാ. ദയവേതോ അമ്മാതിരി സാധനങ്ങളുടെ ഒന്നും പേര് ഇവിടെ ഒന്നും പറയല്ലേടാ. നീയൊക്കെ എല്ലാരും കൂടെ ആണ് അതിനൊക്കെ എക്സ്പോസർ കൊടുക്കുന്ന ഇമാതിരി വിട്ടുകള അവന്റെ യൂണിവേഴ്സ് കോപ്പ് ഇഗ്നോർ ചെയ്ത് വിട്. കുറച്ച് ദിവസമായി ഇതിൽ കിടന്ന് തൂങ്ങുന്നു. അപ്പൊ ഞാൻ റിയാക്ട് വിട്ടേക്കല്ലേ. എനിക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. നീ ചെയ്തോ. അവൻ നിന്നെ ഇരുന്ന് പച്ചക്ക് തള്ളക്കി വിളിക്കുവാണെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല. മനസ്സിലായോ? കണ്ണാപ്പിനെ വിളിച്ചിട്ടുണ്ട ഇന്ന് വിളിച്ച് വീഡിയോ ഇട്ട് അത് കാണാൻ പോരുതേ. നീ ചെയ്തോ. ഇതാണ് എന്റെ പഴയ സൗണ്ട് ഇങ്ങനെ ആയിരുന്നല്ലേ. അണ്ണാ എനിക്ക് വേണ്ടി അണ്ണ റിയാക്ട് ചെയ്യണ. നമുക്ക് റിയാക്ട് ചെയ്ത് അവന് എക്സ്പോഷർ കൊടുക്കണല്ലേ. കാണുന്നേ ഇപ്പൊ ഇട് ഏതായാലും ഇട്ടല്ലേ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തല്ലേ. ഇപ്പൊ ഇനി അതിന് അടുത്ത മറു വീഡിയോ വീണ്ടും വരുവാടാളിയാ. അവിടെ അണ്ണാന്ന് വിളിച്ചപ്പോ അണ്ണർ വിളി കേട്ടപ്പോഴത്തേനും നീ പോരുന്നല്ലേ. ചിരിച്ചൊക്കെ വിട്ടാ മതിയടാ. ഞാനേ ചിരിച്ചങ്ങ് വിടല്ലേ. ഇതിനൊന്നും ചലഞ്ച് വെറുതെ കൊടുക്കാതെ. ഇതെന്താ തമ്മിലെന്താ ഇതല്ല നല്ല വീഡിയോ തമ്മില് നോക്കട്ടെ. കണ്ണാപ്പി കേരളത്തിന്റെ ദത്തുപുത്രൻ. വെയിറ്റ് ഇത് ലൂപ്പാവടാ. 4 മിനിറ്റ് ഉള്ളേ. 4 മിനിറ്റ് ഉണ്ട് കേട്ടാ. കണ്ണൻ സ്ട്രീമർ എന്നെ റിയാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒഴിവാക്കി വിടേനി. പക്ഷെ എന്റെ ആർമിക്ക് അത് പുള്ളി എന്നോട് പറഞ്ഞു വിടരുത്. ഇവൻ എന്താ പറഞ്ഞ ഇവൻ നിങ്ങളെ അപരാധിച്ച് വിട്ടുണ്ട്. നമ്മളെ ഫാൻസും സഹിച്ചില്ല. ഇവൻ ആരാടാ ഫാൻസ് ആയിട്ടുള്ളത്? നീ മനസ്സിലായിട്ടായിരുന്നു നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർ തന്നെയാണ് നിനക്ക് കട്ട് ചെയ്ത് ഈ വീഡിയോ ഒക്കെ കൊണ്ട് തരുന്നത്. നമ്മുടെ ഫാൻസ് ആണ്. ഇപ്പൊ നിന്നെ ആർക്കും കുറെ പേർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ വീണ്ടും ആൾക്കാർ അറിഞ്ഞു തുടങ്ങി നമ്മുടെ ഫാൻസ് കാരണമാണ്. ഫാൻസ് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഞാനും വിജയണ്ണനാണ്. ഫാൻസിന് വേണ്ടി ഏതറ്റം വരെ പോകും. അതാണ് ഞാനും വിജയണ്ണൻ. അതാണല്ലേ നമ്മളെ കേരളത്തിന്റെ ദത്തുപുത്രന്മാരായത്. അപ്പൊ നമുക്ക് ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മള് ഇതിനെ കുറച്ചാൾ അവൻ കഞ്ഞി പിടിച്ചു പോട്ടെ. നാളെ തുടങ്ങാൻ പോകുന്ന അല്ല ഇത് നമ്മളൊക്കെ ചെറിയ യൂണിവേഴ്സ് മനസ്സിലായില്ലേ. സ്ലോ മോഷൻ എക്സ്പ്രഷൻ സ്ലോ മോഷനിലൊക്കെ വരുന്നത്. എന്ത് ഞാൻ കഞ്ഞി കുടിച്ചു പോട്ടെ എന്നോ? എടാ ഞാന് എന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ബ്രാൻഡായി മാറുന്നു. അത് എനിക്കുള്ള ബോധം വേണം. എടാ എനിക്കാര ഓശാനം വേണ്ട. കുഞ്ഞിക്കൂനല് സായികുമാർ പറയുന്നില്ലേ വാസുവിനാര ഓശാനം വേണ്ടാന്ന്. അതേപോലെ തന്നെ മിഥുനണ്ണന് ഒരുത്തന്നെ ഓശാനം വേണ്ട. ഞാൻ ദത്തുപുത്രനാണ്, ബ്രാൻഡാണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ഇതെന്താണ് ഇങ്ങനെ കാണിച്ച്? ഇതെന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? 10 വർഷം കാണിക്കുന്നത് അതല്ല. അതല്ല അണ്ണേന്ന് വിളിച്ചപ്പോ ആറ്റിറ്റ്യൂഡ് നോക്കിയ ഫേസ് നോക്കണേ. പേപ്പർ നോക്കി ഇത് നോക്കണേ. ആറ്റിറ്റ്യൂഡ് നോക്കണ. ഈ ആറ്റിറ്റ്യൂഡ് നോക്കിയ അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് നോക്കണേ. പേപ്പർ നോക്കി പുച്ഛം. നിനക്ക് ആറ്റിറ്റ്യൂഡും ഇല്ല കഴിവും ഇല്ല. വെറും പരിശ്രമം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാല് എന്റെ നാട്ടില് പലരും എന്നെ പലപ്പോഴും കാണുമ്പോ എന്റെ ആറ്റിറ്റ്യൂഡ് സംസാരങ്ങളും കാണുമ്പോൾ ഒരു പൃഥ്വിരാജിന്റെ ഒരു രീതിയിലാണ് പറയാറ്. പൃഥ്വിരാജിനെ പോലെയൊക്കെ എന്നെ കമ്പയർ ചെയ്യാറുണ്ട്. എനിക്ക് സന്തോഷമാണ്. നിന്നെ ആരാണ് പൃഥ്വിരാജ് കണ്ടേ? അത് ആരാണ് നിന്റെ അടുത്ത് പറഞ്ഞത്? അവനെങ്കിൽ വിളി. നിന്നെ ആരാ അത് പറഞ്ഞത്? പറഞ്ഞാല് നിനക്കൊക്കെ അസൂയാണ്. നാളെ ഞാൻ ഭാവിയിൽ ഒരു പൃഥ്വിരാജാവും ഒരു നടന. നീ ഒരു കോമാളിയാണ് ജീവിതത്തിൽ വരുമ്പോ. എന്തായാലും അതവിടെക്കട്ടെ. അസൂയക്ക് ഇതില്ല കേട്ടോ കണ്ണ. ഇവനെ കണ്ടിട്ട് അസൂയപ്പെടാനോളിയാ. ഞാൻ എന്തിനു ഇവനെ കണ്ട് അസൂയപ്പെടണം?
എടാ, ബാക്കിയുടെ ഓക്കേ, ഓക്കേ. അത് നിന്റെ വിജയണ്ണൻ വരുന്നടിക്കണേ. അതെന്തിന്? എടാ, നിന്നെ പറഞ്ഞ വിജയുടെ ഫാൻസ് എന്തിനാ അടിക്കുന്നത്? നീയാണോ വിജയ്? അല്ല, ഇവനാണോ വിജയ്? നിന്നെ പറഞ്ഞ എന്തിനാണ് വിജയുടെ ഫാൻസ് അടിക്കുന്നത്? എടാ ഞാനാടാ അടുത്ത ദളപതി വിജയണ്ണൻ. എന്താണ് ഇവരെന്തായാലും പ്രശ്നമുണ്ടോ ഇവരെന്താണ് പ്രശ്നം ഇപ്പൊ അടുത്ത തളപതിയായി ഈ കുറച്ചുകൂടെ വിജയണ്ണൻ അപരാധി, നീ മുഖ്യമന്ത്രിയാവാൻ കോതിയാവും നീ. ഈ വർഷം പാർട്ടി ജയിച്ചു കഴിഞ്ഞാല് ഞാനാണ് ദളപതി വിജയണ്ണൻ. അതുകൊണ്ടല്ലേ കേരളത്തിൽ ചലഞ്ചിങ് സ്റ്റാർ മിഥുനെന്ന് ജനങ്ങൾ അറിഞ്ഞു തന്ന പേരും കേരളത്തിന്റെ ദത്തുപുത്രനായത്. ഇനിയിപ്പൊ അറ്റ്ലിയും ലോകേഷും ഒക്കെ ഇന്നെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത്. ആ മനസ്സിലാക്കുക. ലിയോ 2 ഒക്കെ ഇനി ഞാനാണ് അഭിനയിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഇവൻ എന്താണ് ഇവന് വേറെ വല്ല പ്രശ്നമുണ്ടോ കേസ് ഇവര്? എടാ, നിന്നെ ഏതെങ്കിലും മാമാര് ചെവിക്കൽ എടുത്ത് തന്നാ നിനക്ക് എന്തെങ്കിലും പറ്റിയ? എടാ, നിനക്ക് ഇതിനെണ്ണല്ല, നീ മെന്റൽ എണ്ണനാ, മെന്റൽ എണ്ണ. അസൂയപ്പെടല്ലേ, ജനങ്ങൾ എന്നെ അംഗീകരിച്ച്. നിങ്ങൾക്ക് ഇപ്പോഴും എടാ, വഴി പോന്ന പട്ടി അസൂയപ്പെട്ടാലും നിന്നെ അസൂയപ്പെടത്തില്ല, മനസ്സിലായോ? അംഗീകരിക്കാൻ പറ്റും. നീ പോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞില്ലല്ലേ? എടാ, നിന്റെ ആർമി എന്ന് പറഞ്ഞത് ഇപ്പൊ 150 പേര് നമ്മുടെ ലൈവ് കണ്ടുവരാ. ആർമി ഇല്ല. നീ എന്താ തമാശയാക്കുക? എനിക്ക് ആർമി ാണോ? ഞാനൊന്ന് വിരലെന്ന് പിടിച്ചാലേ ആന്ധ്രയിന്നും കർണാടകയിന്നും അവിടെ നിന്നൊക്കെ ഫാൻസും കൊണ്ട് വരും. ഒറ്റ ഫോൺ കോൾ മതി. എനിക്ക് ഫാൻസ് നിനക്ക് ഫാൻസ് ഇല്ല. പോട്ടെ, അതിന്റെ അസൂഖയാണ്. എടാ, എനിക്ക് ഫാൻസ് ഇല്ലെന്നാ. അതെ, ഇവിടെ ഇപ്പൊ ലൈവ് കാണാൻ പോലും 1800 വരണ്ടാ, മനസ്സിലായ? 1800 വരട്ടെ, ഫാൻസ് ഇല്ലെന്നാ. എടാ, എനിക്ക് 130K സബ് ഉണ്ടാ യൂട്യൂബിൽ പോലെയാടി. അല്ല, നിന്നെ പോലെ കണ്ടവരെ മൂഞ്ചി ജീവിക്കുമല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാണ് കൂട്ടം കൂടി ഇരുന്ന് കളിയാക്കുന്ന. കൂട്ടം കൂടി കളിയാക്കാൻ പറ്റൂ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നെ കളിയാക്കാൻ നിനക്ക് അധികാരമില്ലടാ, അധികാരമില്ല. കഞ്ഞി കുടിക്ക്, നമ്മളെ വിറ്റ് കഞ്ഞി കുടിക്ക്. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന സംഗതിയാണ്. ആ ഉടൻ വരും. അതിനുള്ള അസല് മറുപടി ആയിട്ട് തന്നെയാണ് 5 വട്ടം പിരിക്കും കേട്ടോ, 5 വട്ടം വീശ പിരിക്കും കേട്ടോ, 5 വട്ടം. അപ്പം നീ അങ്ങ് പറിക്കും പോടാ. എടാ എനിക്കങ്ങനെ നിന്നെയൊന്നും വെച്ചിട്ട് കഞ്ഞി കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ജനങ്ങള് മുന്നിൽ ഞാൻ എന്റർടൈൻമെന്റ് ചെയ്തിട്ട് ചലഞ്ചിങ് സ്റ്റാർ ആയി, കേരളത്തിന്റെ ദത്തുപുത്രനായി, മിഥുനെണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ ആയി, ബ്രാൻഡായി മാറി. പിന്നെ നിന്നെയൊന്നും വെച്ച് എനിക്ക് കഞ്ഞി കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈശ പിരിക്കുന്ന പറഞ്ഞാല് എന്താണ്, ലാലേട്ടനൊക്കെ പുലിമുരുകലില് പിരിക്കൂലേ, ലൂസിഫറിലൊക്കെ ആ ഒരു സ്റ്റൈലാണ് എന്റേത്. അപ്പോൾ മീശ ഇല്ലാത്ത നീ പിന്നെ കളിയാക്കിയിട്ട് കാര്യം. നീ എല്ലാത്തിനും അസൂയപ്പെടുന്നുണ്ട്. പിന്നെ ഈകളുള്ളത് ഞാൻ എടാ, എനിക്ക് വീശ ഇല്ലാതൊക്കെ എന്റെ ഇതിന് മുമ്പത്തില് ഐകളുള്ളത് തരണ്ട്. എന്താ പറഞ്ഞാല് വെയിറ്റിംഗ്, വാസണ്ണൻ വെയിറ്റിംഗ്. പിന്നെ നീ എന്നെ കൂടുതൽ അവിടെ നീ വിളിച്ച് വാസുണ്ടായിരുന്നു, നീ വിളിച്ചല്ലോടാ. പർച്ചേസ് ചെയ്യലടാ. നീ എന്നെ പർച്ചേസ് ചെയ്യലടാ. നീ എന്നെ പർച്ചേസ് ചെയ്യണ്ട. അപ്പൊ ഞാന് ഇവിടെ നിർത്താണ്. ഓക്കെ, നിർത്താണ്. കൂളെടുത്ത് വെക്കുന്ന എന്താണ് ശമ്പു എനിക്ക് വെച്ചവൻ? ദൈവമേ, എനിക്കത് പറയാതിരിക്കാൻ ഇത് പുഷ്പരാജല്ല അവസാനം കഴിച്ചാ പറഞ്ഞു. എനിക്ക് എന്തൊക്കെ കാണണ, ഇതൊക്കെ എന്തൊക്കെ കാണണം. ഇത് എന്റെ ദൈവമേ, ഇങ്ങനൊരുത്തൻ ഇവനെയൊക്കെ സേന ചെയ്യണ്ട. എനിക്ക് വയ്യ, ഇതെന്താണിത്? ചിരിക്കാണ്ട് എടാ മിഥുനാ, എടാ കുട്ടാടാ, നീ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോണോടാ. ആള് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഊമ്പിച്ചൊക്കെ ജീവിച്ചു പോണം എന്റെ അഭിപ്രായത്തിൽ. വളരെ രീതി നീ ചെയ്യുന്നുണ്ടാ, സീരിയസ് ആയിട്ട്. ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. നീ ചെയ്യുന്നുണ്ട്. അണ്ണൂന് കണ്ണാപ്പിനെ തിരിച്ചു കളിയാക്കാനുള്ള വകുപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ണാപ്പി ദ സ്ട്രാമർ. സ്ട്രാമർ എന്നല്ല പറഞ്ഞത്, സ്ട്രീമർ എന്നല്ല പറഞ്ഞത്. സ്ട്രീമർ എന്നല്ല പറഞ്ഞത്, സ്ട്രീമർ.